ഹായ് ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇസ്രയേലിൽ എത്തിയതിന് ശേഷം ഇങ്ങനെ വ്ളോഗ് എടുക്കണം ഞാൻ കുറേ നാളായിട്ട് ചിന്തിക്കുന്നു, പക്ഷേ നടന്നില്ല. ഇപ്പോഴാണ് അതിന് പറ്റിയ സാഹചര്യം എന്ന് തോന്നി. കാരണം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ വ്ളോഗ് ഇട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് കിട്ടുന്നു. സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, യുദ്ധ സാഹചര്യം. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കേട്ടോ. ഫ്രൂട്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട് മേടിക്കണം, പിന്നെ ഹാൻഡ് വാഷ് കഴിഞ്ഞിരിക്കണം, അത് വാങ്ങണം. ഒരു 24 നിലയുള്ള ഒരു ബിൽഡിംഗാണ്. അതിൽ 14ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രയേലിൽ ഇങ്ങനെ അവിടെയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ താമസിക്കുന്ന ഏരിയയിലേക്ക് ഇന്ന് ഇപ്പോൾ മാർച്ച് 8-ാം തീയതി ഞാനൊരു 3:30 ആയപ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം 3:30 പോകുന്നത്. ഇന്ന് രാവിലെ ഒരു 5:30 തോന്നുന്നു ലാസ്റ്റായിട്ട് ഒരെണ്ണം പൊട്ടിയത്. അതിനുശേഷം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് കണ്ടതുകൊണ്ടാണ് ഇറങ്ങാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട അത്ര വലിയ സീനായിട്ടൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഫോണിൽ അലേർട്ട് വരും. അലേർട്ട് വന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സൈറൺ വരും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സേഫ് ആവാനുള്ള ടൈമൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ മേളിലേക്ക് ഞാൻ നോക്കി, വല്ല റോക്കറ്റോ മിസൈലോ വരുന്നുണ്ടെന്നൊന്നും തന്നെ ഇല്ല. ഈ കാണണം കേട്ടോ എൻ്റെ ഫ്ലാറ്റ്. അതിനുശേഷം ഞാൻ പോയി, കുറച്ച് പ്രാവ് മാത്രമേ മേളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്, ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കേസ് എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ്, പിന്നെ എല്ലാ പച്ചക്കറി ഐറ്റംസ്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടായിട്ട് ഇരിക്കുന്നത്. എഫർഷമോൺ എന്നാണ് കേട്ടോ പറയുന്നത്. പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് തോന്നുന്നു. ഇനി അല്ലെങ്കിൽ ഇസ്രയേലുള്ളവരെ തിരുത്തി തന്നെ. നമ്മുടെ നാട്ടിൽ തന്നെ കാക്കപ്പാടെന്നായിട്ടാണ് പറയുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത്, എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഒരു ഫ്രൂട്ടാണ് ഇത്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടും കേട്ടോ. പിന്നെ ഇതിന് ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മൂത്ത് ചെനച്ച കപ്പങ്ങ അല്ലെങ്കിൽ മത്തങ്ങ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കിങ്ങനെ കടിച്ച് പറിച്ചതിനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും കഴിക്കാറൊന്നുമില്ല. പിന്നെ ഹാൻഡ് വാഷ് നോക്കി. ഹാൻഡ് വാഷ് നിന്നപ്പോൾ അവിടെ 3 സൈസ് ഉണ്ടായിരുന്നു. ഇതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ 1, 2, 3, 4 നോക്കി, അക്കമൊക്കെ നോക്കി, ലാസ്റ്റ് കൈ കിട്ടിയത് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ചുറ്റും നോക്കിയപ്പോഴും സൂപ്പർ മാർക്കറ്റിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി വന്നു കഴിഞ്ഞാൽ മേടിക്കാമെന്നുള്ളതുകൊണ്ടൊന്നും കുറേ നാളത്തേക്കൊന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴും അധികം തിരക്കുണ്ടായില്ല കേട്ടോ. സാധാരണ നോർമൽ ഡേയ്സിൽ വരുമ്പോൾ ഒരു 2-3 പേരൊക്കെ എപ്പോഴും കാണുന്നതാണ് അവിടെ ഇവിടെയൊക്കെ, പക്ഷേ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ 3 ബോട്ടിൽ ഹാൻഡ് വാഷും പിന്നെ ഒരു 3 എഫർഷമോണും മേടിച്ചപ്പോൾ അത് 20 നമ്മുടെ നാട്ടിൽ 20 രൂപ നോട്ടില്ല, അതേപോലത്തെ ഇവിടുത്തെ 20 ഷെക്കലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് 3 മേടിച്ചപ്പോഴത്തേക്ക് 24 രൂപയായിട്ടോ. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 10-700 രൂപ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. 3 ബോട്ടിലും ആ 3 ഫ്രൂട്ടും മേടിച്ചപ്പോൾ ഇവിടുത്തെ 24 ഷെക്കലാണ് ആയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അത് മേടിച്ച് തിരിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോഴും ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. എൻ്റെ കണ്ടോ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റാണ് കാണുന്നത്. തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റുകൾ ഇഷ്ടമാതിരി മലയാളി ചേച്ചിമാരുണ്ട് കേട്ടോ. ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള ചേച്ചിമാർ, ചേട്ടന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് എനിക്ക്. അപ്പോൾ ഞങ്ങൾ നോർമൽ ഡേയ്സിലൊക്കെ വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഇറങ്ങാറില്ല. ഇതിപ്പോൾ 2 ദിവസം കൂടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒരു 2 ദിവസം മുമ്പേ ഞാൻ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് അത്യാവശ്യം വേണ്ട അരി സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. പിന്നെ പച്ചക്കറിയൊക്കെ കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ വന്ന് മേടിക്കും. തിരിച്ച് ഞാൻ നമ്മുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ, ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി മുതൽ ഞാനിടുന്ന ഈ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കും.